अगर वो अच्छा थोड़ा आराम से ट्रिगर नहीं हुआ तो बहुत रेल है मेरे को वॉक करने के लिए इधर। हाँ, ये साइड ऑफ चेन्नई मॉर्निंग्स अच्छा प्लेजेंट वॉकिंग रह सकते हैं। നമ്മളിത് ജിഞ്ചറിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. മോർണിംഗ് ഏകദേശം ഒരു 6 മണിയായ സമയം. പക്ഷേ ഏട്ടാ രണ്ടാമത്തെ ദിവസമല്ല നമ്മൾ ജിഞ്ചറിനെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ഡേ ഓഫ് മീറ്റിംഗ് ജിഞ്ചർ. ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അതേ ഡ്രസ് തന്നെയാണ്. ഞങ്ങളിത് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ നേരെ എണീച്ച് അങ്ങനെ പോകുന്നതാണ്. ജിഞ്ചറിന്റെ വീട് ഇത് ഇവിടുന്ന് സെക്കൻഡ് ഫ്ലോറിലാണ് അവന്റെ വീട് വരുന്നത്. അവൻ ഉണർന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് അവൻ്റെ വീട് വരുന്നത്. ഇതാ കാണുന്ന ബാൽക്കണി. അവൻ ഉണർന്നിട്ടുണ്ടെങ്കിൽ ബാൽക്കണിയിൽ വന്ന് നിന്ന് കുറയ്ക്കേണ്ടതാണ്. സോ എനിക്കറിയില്ല, മേ ബി റൂമിലായിരിക്കാം. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ ജിഞ്ചർ വന്നിട്ടുണ്ട്. പക്ഷേ ചേട്ടൻ അവന് പരിചയമായല്ലേ, കണ്ട ഒരു പരിചയമുണ്ട്. കറക്റ്റ് വന്നതും അവൻ കൂളായി. ഒരാളെ കണ്ടിട്ടാണ്, ഒരു ലേഡീനെ കണ്ടിട്ടാണ് അവനങ്ങനെ പ്രൊവോക്ക് ആയത്. ഇപ്പോൾ അവൻ്റെ ലീഷ് നമ്മൾ അയച്ചിട്ടുണ്ട്. ഓഫ് ലീഷിലാണ് ഇപ്പോൾ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ കമാൻഡ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുള്ളിക്ക്. അവിടെ ടെറിട്ടറി മാർക്ക് ചെയ്തു. ഫസ്റ്റ് ടൈമാണ് അവർ പിന്നെ പുറത്തോട്ട് ഓഫ് ലീഷിൽ ഇറക്കുന്നത്. ഇതുവരെ ലീഷിലായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സോ ഓഫ് ലീഷിൽ ഫസ്റ്റ് ടൈമാണ്. നമ്മുടെ സെക്കൻഡ് ഡേ തന്നെ നമുക്ക് അവനെ ഓഫ് ലീഷിലോട്ട് കൊണ്ടുവരാൻ പറ്റി. രണ്ട് മൂന്ന് സ്ട്രീറ്റ് ഡോഗ്സ് വരുന്നുണ്ട്. अभी ये बॉडी करने के लिए 21 से आप मेरे साथ आराम से बैठ सकते. രണ്ട് മൂന്ന് സ്ട്രീറ്റ് ഡോഗ്സുകൾ വന്നിട്ടുണ്ട്. ബട്ട് ഇതൊക്കെ ബെൽറ്റ് ഇട്ടാണ് വീട്ടിൽ വളർത്തുന്നതാന്ന് തോന്നുന്നു. സോ ജിഞ്ചർ അവരെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നെണ്ണം ഉണ്ട്. ബട്ട് ആള് കുഴപ്പമൊന്നുമില്ല. വലിയ ഡിസ്ട്രാക്ഷൻസ് ഒന്നും കാണിക്കാതെ പ്രശ്നമൊന്നുമില്ലാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. വൈശാഖനാണെങ്കിൽ ഓണർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഫസ്റ്റ് ഡേ തന്നെ കാര്യങ്ങൾ എങ്ങനെയാണ്. സെക്കൻഡ് ഡേ നമ്മൾ ഓഫ് ലീഷിൽ ഇറക്കിയിട്ടുണ്ട് അവനെ. സോ അവന് വേണ്ട കമാൻഡ്സൊക്കെ പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് അവനെ കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സ്ട്രീറ്റ് ഡോഗിനെ കണ്ടിട്ടുണ്ട്. സോ അപ്പോഴും അവന് ജിഞ്ചറിന് യാതൊരുവിധ പ്രോബ്ലം ഇല്ല, യാതൊരു ഡിസ്ട്രാക്ഷനും ഇല്ല. അവൻ കറക്റ്റ് കമാൻഡ് ഒബേ ചെയ്ത് മുന്നോട്ട് തന്നെ പോയി. അത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുന്ന ആ ഒരു ട്രെയിനിങ്ങിൻ്റെ, വൈശാഖം കൊടുത്ത ഒരു ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് തന്നെ അവനെ കറക്റ്റായി ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി അവന് കൊടുക്കുന്ന കമാൻഡ്സിൻ്റെയും ആ ഒരു ട്രെയിനിങ്ങിൻ്റെയും ഗുണമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒഫീഷ്യലി നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് ഇന്നത്തെ ട്രെയിനിങ്. ഇന്നലെ നമ്മൾ ജസ്റ്റ് വാക്കിന് പോയി അവനെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തു. ഇന്ന് നമ്മൾ ജസ്റ്റ് പ്രോപ്പർ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ്. സോ അതിൻ്റെ ഒരു ഗുണമാണ് ഇന്ന് കാണുന്നത്. നമ്മൾ സെക്കൻഡ് ഡേ തന്നെ ഓഫ് ലീഷ് ഇറക്കിയാണ്. ഓഫ് ലീഷ് ഇറക്കിയത് ഓൾമോസ്റ്റ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുഴപ്പമില്ലാതെ ഓഫ് ലീഷിൽ. പിന്നെ അതുപോലെ തന്നെ വൈശാഖം കറക്റ്റ് കമാൻഡ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് അവനെ
കമാൻഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ കമാൻഡ്സ്, എപ്പോൾ എങ്ങനെയുള്ള കമാൻഡ്സ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ ഓണർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ ഫ്രണ്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ സിറ്റുവേഷനിൽ ഇവൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാമെന്നും അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ അതിന് എന്ത് കമാൻഡ് കൊടുക്കണമെന്നും എങ്ങനെ അവൻ അതിൽ നിന്ന് ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കറക്റ്റായിട്ട് വൈശേട്ടൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം അവർക്ക്. ഇത് അവിടെ അടുത്ത ഒരു ഡോഗ് നിൽക്കുന്നുണ്ട്. സോ അവനെ കാണുമ്പോൾ എന്തായിരിക്കും ജിഞ്ചറിൻ്റെ റിയാക്ഷൻ? ഇല്ല, അവനെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഓഫ് ലീഷിലാണെങ്കിലും സ്ട്രീറ്റ് ഡോഗ്സിനൊക്കെ കാണുമ്പോൾ വലിയ റിയാക്ഷനൊന്നും ഇല്ല ജിഞ്ചറിന്. കാരണം കമാൻഡ്സൊക്കെ അവൻ നല്ലപോലെ ഒബ്സർവ് ചെയ്ത് തുടങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ്. അവൻ ഓഫ് ലീഷിലാണെങ്കിലും വലിയ ഡിസ്ട്രാക്ഷനൊന്നും കാണിക്കാതെ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കമാൻഡ്സ് ഫോളോ ചെയ്തിട്ട്. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് അവൻ്റെയും ഒരു ക്യാരക്ടറിൻ്റെ ഗുണം തന്നെയാണത്. കാരണം പെട്ടെന്ന് നല്ലൊരു ഡോഗായതുകൊണ്ടാണ് പെട്ടെന്ന് ആ ഒരു കമാൻഡ്സൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നടക്കാൻ കഴിഞ്ഞത്. ലൈക്ക് കമാൻഡ്സ് ഒബേ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അവൻ്റെ ഒരു ക്യാരക്ടർ തന്നെയാണ്, ഡോഗിൻ്റെ ക്യാരക്ടർ തന്നെ പറയും ജിഞ്ചറിൻ്റെ. അതുപോലെ തന്നെ ആസ് എ ട്രെയിനർ എന്ന രീതിയിൽ നല്ല രീതിക്ക് അവനെ ഒബ്സർവ് ചെയ്ത് അവന് വേണ്ട കമാൻഡ്സ് കറക്റ്റ് ടൈമിൽ കൊടുക്കുക എന്നുള്ള വൈശാഖത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ഗുണമാണ് നമ്മളവിടെ കാണുന്നത്. കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ട്രെയിനർക്ക് മാത്രമേ ഇത്രയും പെട്ടെന്നൊരു ഡോഗിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ടാസ്ക്. ഇത് വലിയൊരു ടാസ്ക് തന്നെയാണ് ആക്ച്വലി. ഇത്രയും പെട്ടെന്നൊരു ഡോഗിനെ കറക്റ്റായി ഡൊമിനൻസ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ കറക്റ്റായി ഒബ്സർവ് ചെയ്ത് അടുത്ത മൊമെൻ്റ് ഡോഗ് എന്താണ് എടുക്കാൻ പോകണമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അതിന് വേണ്ട കമാൻഡ് ഓൾറെഡി മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചാണ് വൈശാഖായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ഡോഗ് ജിഞ്ചറിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണെന്നാണ് പറയുന്നത്. ബഹുത്ത് ബഡാ ദുഷ്മൻ എന്നാണ് വൈശാഖ് ഭായി പറയുന്നത്. നമുക്ക് നോക്കാം എന്തായിരിക്കും ഓഫ് ലീഷിൽ അവൻ്റെ റിയാക്ഷൻ എന്ന് നോക്കാം. വൈശാഖ് ഭായി കൂടെ തന്നെയുണ്ട്, കമാൻഡ്സ് കൊടുക്കാനായിട്ട് വൈശാഖ് ഭായി കൂടെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും റിയാക്ഷൻ എന്ന് നോക്കാം. ഇതേ വരുന്നുണ്ട്, അവിടുന്ന് ആ സൈഡിൽ നിന്ന് അവൻ വരുന്നുണ്ട്. ഫൈനലി നമ്മളിത് ഇന്നത്തെ ട്രെയിനിങ് ഓൾമോസ്റ്റ് ഡണ്ണായി. ജിഞ്ചറിനെ അവൻ്റെ വീട്ടിലോട്ട് എത്തിച്ച് അവനത് ഭയങ്കര ദാഹമുണ്ട്. വരുന്ന വഴിക്ക് തന്നെ അതൊക്കെ അവൻ കാണിക്കുകയുണ്ടായി. സോ അവന് വെള്ളം കൊടുക്കാനായിട്ട് പോവാണ്. ഇതാണ് അവൻ്റെ സ്ഥിരം സ്പോട്ട്. വർക്കൗട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് അവൻ്റെ കാലൊക്കെ വാഷ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇവിടെ നിന്നാണ് അവൻ മുകളിലോട്ട് പോകുന്നത് ജിഞ്ചർ. സോ ഞാൻ കാലൊക്കെ വാഷ് ചെയ്ത് ഇനി അവൻ്റെ റൊട്ടീനാണ് ഇവിടെ വന്നിട്ട് കിടക്കാന്ന്. ഏസേക്കോ இது ஓப்பன் பண்ணி முன்னாடி இந்த மாதிரி ஓப்பன் பண்ணி வச்சிருக்கீங்களா சார் நீங்கள்? அந்த மாதிரி ஓப்பன் பண்ண டைமில் ஜிஞ்சர் வந்து என்ன ரியாக்ஷன்? அவன் வெளியில் போக ட்ரை பண்ணியிருக்கீங்களா? அவ்வளோ போக மாட்டான், அதாவது வந்தால் ட்ரிகர் பண்ண பார்க்குவான். ஓகே ஓகே ஓகே. அவனை ஓடி போக மாட்டான். ஏதாவது டாக் ஓகே அனிமல்ஸ் ஏதாச்சும் வந்தால் ட்ரிகர் பண்ண ட்ரை பண்ணுவான். ஓகே. கேட் ஏதாவது பார்த்தா டெஃபினட்டாக ஓகே ஓகே. ஓகே. ஸோ இதுக்கு முன்னாடி ஆஃப் லீஷ் போயிருக்கீங்களா சார்? ஆஃப் லீஷ் வெளியே போகல. இது ஃபர்ஸ்ட் டைம். ஸோ கொஞ்சம் ஏதாவது காம்பவுண்ட்குள்ள பண்ணோன்னா அப்படிதான், ஃப்ளாட்குள்ளே இல்லைன்னா இந்த கொஞ்சம் ரெஸ்ட்ரிக்டட் ஏரியா. இப்போ ரோட்ல நாம ஃபர்ஸ்ட் டைம் தான் ஆஃப் லீஷ் ஓப்பன் ஏரியா. ஓகே ஓகே. எப்படி இருந்துச்சு எக்ஸ்பீரியன்ஸ், ஃபர்ஸ்ட் டே எக்ஸ்பீரியன்ஸ் ஆஃப் லீஷ்? எனக்கு தான் ட்ரைனிங், அவனுக்கு இல்லை. அவன் அது என்னன்னா நம்ம வந்து இப்போ ஒரு டாக் ட்ரெயின் பண்ணும்போது அதோட ஓனரை கூட ட்ரெயின் என்னென்ன கமாண்ட்ஸ் நம்ம டாக்ஸ் கொடுக்குறோம், என்னென்ன பண்ணுறோம், என்னென்ன எந்த டைமில் எந்த கமாண்ட்ஸ் கொடுக்கணும் அதெல்லாம் உங்களுக்கும் சொல்லுறதா. நம்ம வந்து ஒரு 10 டேஸில் நாங்கள் கிளம்பிடுவோம். அதுக்கப்புறம் நீங்கள் தான் இவனை கைட் பண்ணணும். ஸோ அதுக்காக உங்களுக்கு அந்த கமாண்ட்ஸ் கரெக்டாக சொல்லி கொடுக்குறதா ஒரு நல்ல ட்ரெயினரோட இருக்கணும். அப்புறம் வந்து எப்படி சாரோட
அப்ரோச் எப்படி இருந்துச்சு ஃபர்ஸ்ட் டே? எனக்கு தான் ரொம்ப கான்ஃபிடன்ஸ் கொடுத்தாங்க. ஓகே ஓகே. அவர் எப்படி சொல்கிறாரோ அதுதான் நடக்கிறது. அதே அதே. ஸோ அவரோட கண்ட்ரோலில் இருக்குது. ஓகே 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 ஓகே. ஸோ அந்த கான்ஃபிடன்ஸில் நானும் இன்றைக்கி நான் அந்த டாக்ஸை பார்த்தோன்னே ட்ரிகராகி ஓடிடுவான்னு நினச்சேன். பட் நிஜமாக நல்லா சார் வந்து அந்த அந்த சிச்சுவேஷன் முன்னாடியே மைண்டில் வச்சுட்டு அந்த மாதிரி பண்ணிட்டான். கரெக்டாக அவனுக்கு வந்து இன்ஸ்ட்ரக்ஷன்ஸ் கொடுத்துட்டோம். அப்புறம் வந்து ஜிஞ்சரும் அது கரெக்டாக ஃபாலோ பண்ணி ஃபர்ஸ்ட் டே இப்படி ஃபாலோ பண்ணுறதுன்னா ரொம்ப இதுதான். நீங்கள் ஹாப்பி தானே சார்? ஃபர்ஸ்ட் டே ஃபர்ஸ்ட் டே இவ்வளோ நல்ல ப்ரோக்ரஸ் கிடைச்சிருக்கு. ஸோ வரும் நாளையில் நல்லா ப்ரோக்ரஸ் கிடைச்சிடும்னு நினைக்கிறேன். அந்த கமாண்ட்ஸ் எல்லாம் உங்களுக்கு கரெக்டாக சொல்லி கொடுத்துருக்காங்க சார். ஓகே, யூ ஆர் ஃபைன் ரைட்? ஐ ஹோப் வி ஹோப். ஓகே, தேங்க்யூ. ஓகே, அப்போ வந்து இப்போது ஈவினிங் இல்லை நாளைக்கு நாம மீட் பண்ணுவோமா இல்லை ஈவினிங்கா? ஈவினிங். ஓகே ஓகே ஃபைன் சார். ஓகே, தேங்க்யூ. ஓகே நீங்கள் குட் பாய்.